KEAM 2021 യൂട്യൂബ് വീഡിയോ പാർട്ട് 9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ xy ഡാഷ് പ്ലസ് 2y മൈനസ് 7x³ ഇസ് ഈക്വൽ ടു 0 ഈസ് എന്നതാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്യാനൊന്നും കൂടി പറഞ്ഞിട്ടില്ല, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം xy ഡാഷ് പ്ലസ് 2y മൈനസ് 7x³ ഇസ് ഈക്വൽ ടു 0. xy ഡാഷ് പ്ലസ് 2y മൈനസ് 7x³ ഇസ് ഈക്വൽ ടു 0. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ എക്സ് കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. y ഡാഷ് പ്ലസ് 2/x ഇൻറ്റു y, പിന്നെ എക്സ് കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യട്ടോ. അപ്പോൾ 7x³ അവിടെ 7x² ആയി മാറി. അപ്പോൾ ഇത് y ഡാഷ് പ്ലസ് py ഇസ് ഈക്വൽ ടു q ഫോമിലാണുള്ളത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം e⁻ pdx ആണ്. സോ ദിസ് ഇസ് e⁻ 2/x dx ആണ്. സോ ദിസ് ഇസ് എന്താ പറയുക 2 ടൈംസ് ഇൻ്റഗ്രൽ 1/x. 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. സോ ദിസ് ഇസ് e⁻log x² ആണ്, വിച്ച് ഇസ് x². ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. x² ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4xy പ്ലസ് 12x പ്ലസ് 2x² പ്ലസ് 3 ഇൻറ്റു y ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ കൂടി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ 4xy, പിന്നെ അടുത്ത ടേം 12x, പിന്നെ അടുത്ത ടേം 2x² പ്ലസ് 3, പിന്നെ ഇൻറ്റു y ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 4x പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4x ഇൻറ്റു y പ്ലസ് 3 പ്ലസ് 2x² പ്ലസ് 3 ഇൻറ്റു y ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തേ. നമ്മളെ കയ്യിൽ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 2x പ്ലസ് 3യും y പ്ലസ് 3യും ആലോചിക്കുക. ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഈ ഫോമിലല്ലേടാ y പ്ലസ് 3 ഇൻറ്റു 2x² പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്. അടുത്തത് 2x² പ്ലസ് 3 ഇൻറ്റു y പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്. എന്താ പറഞ്ഞത്? നമ്മൾ u v ഉണ്ടെന്ന് വിചാരിച്ചോ. u എന്ന് പറഞ്ഞ സാധനം നമ്മൾ 2x² പ്ലസ് 3 എടുത്ത്, അതുപോലെ v എന്ന് പറഞ്ഞ സാധനം y പ്ലസ് 3 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ. ഇത് ശരിക്കും ഇതെന്താ സംഭവം നോക്കിക്കേ. ഇത് v ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്, അടുത്തത് u ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ്. ആ ഫോമിലാണ് ഈ സാധനം ഉള്ളത്. അതായത് ദിസ് ഈസ് ഓഫ് ദ ഫോം എങ്ങനെ du/dx ഇൻറ്റു വി പ്ലസ് u ഇൻറ്റു dv/dx ഫോമിലാണ് ഉള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് എന്താണ്? പ്രോഡക്റ്റ് റൂളാണ്. അപ്പോൾ d/dx ഓഫ് uv ഈസ് ഈക്വൽ ടു 0 ഫോമിലാണ്. എന്ന് പറഞ്ഞാൽ uv ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഫോമിലാണ്. എന്ന് പറഞ്ഞതിൻ്റെ സൊല്യൂഷൻ 2x² പ്ലസ് 3 ഇൻറ്റു y പ്ലസ് 3 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, 2x പ്ലസ് 3 ഇൻറ്റു y പ്ലസ് 3 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കൺസ്ട്രെയിൻസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആർ x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് 6x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഇൻ ദ ഫീസിബിൾ റീജിയൻ? ഫീസിബിൾ റീജിയൻ നമുക്ക് പെട്ടെന്ന് വരച്ച് നോക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ x/10 പ്ലസ് y/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 10,0 ഉണ്ട്, അതുപോലെ 0,5 ഉണ്ട്. 0,5 അത് വരച്ചു. നമ്മളിതാ ലൈൻ വരയ്ക്കാൻ പോവാണ്. ആ ലൈൻ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനുള്ള റീജിയൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ ഉള്ള ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗം, അതാണ് അത് തരുന്നത്. ഇനി എന്താ 6x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പോൾ 6x പ്ലസ് 3y 6x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. ത്രൂ ഔട്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x/3 പ്ലസ് y/6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ 3,0 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്? 0,6 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ വരയ്ക്കാൻ പോവാം. ഇതാ വരച്ചു. ഇനി അഗെയിൻ ഒറിജിനുള്ള ഭാഗം ഞാൻ എന്തേ മാർക്ക് ചെയ്യാൻ പോവാണ്? ഇതിൻ്റെ ഈ ലൈനിൻ്റെ ഒറിജിനുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ഭാഗം വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതിലേത് ഭാഗമാണ് കോമൺ വരുന്നത് എന്ന് നോക്കിയാൽ മതി. ഏത് ഭാഗമാണ് കോമൺ വരുന്നത് എന്ന് ജസ്റ്റ് നോക്കുക. ആദ്യം നോക്കിക്കുക, ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ ഈ ഭാഗം.
അപ്പോൾ കോമൺ വരുന്ന ഭാഗം ഏതാണെന്ന് അതിൽ നോക്കി. ഇനി ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് നോക്കാം. 0,6 എന്ന് പറഞ്ഞ സാധനം ഈ പോയിൻ്റാണ്. അത് ഫീസിബിൾ റീജിയൻ്റെ പുറത്താണ്, കോമൺ ഭാഗത്തല്ല ഉള്ളത്. കോമൺ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, ഇതാ ഈ ഒരു ഭാഗമാണ് വരണത്. ഈ ലൈനിൻ്റെയും അതുപോലെ ഇതാ ഇവിടുത്തെ ഒരു ഭാഗമാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്, ഇത്രയും ഭാഗം, റൈറ്റ്. അപ്പോൾ 0,6 ഇല്ല. 4,3 4,3 എന്ന് പറഞ്ഞ സാധനം ഇല്ല, കാരണം 4 ഇവിടെ വരും, 4 എന്ന് പറഞ്ഞ സാധനം ഇവിടെയാണ്, 3 എന്ന് പറഞ്ഞത് ഇപ്പുറത്ത് വരും, അതിൻ്റെ പുറത്താണ് വരുന്നത്, പറ്റില്ല. 5,7 5 ഇവിടെ വരെ വരും, 7 ഇവിടെ വരും, 5,7 പറ്റില്ല. 1,7 1,7 എന്ന് പറഞ്ഞാൽ ഇതാ പറ്റില്ല, ഇവിടെ വന്ന് വരും. പിന്നെ 1,3 1,3 പറ്റും, കാരണം 1 ഇവിടെ വരും, 3 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 1,3 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉള്ളിലായിട്ട് വരും. 1,3 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി പടം വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം 1,3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. 1 + 6 ≤ 10 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ 1 + 9 1 + 9 അല്ല, 6 + 9 17 6 + 9 17 അല്ല 15 <= 18 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് എഫ് ഡിഫൈൻ ഫ്രം -4 to 2 to set of all real numbers be given by f of x = √16 - x². റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എസ്. അപ്പോൾ ഈ y = √16 - x² എന്ന് പറഞ്ഞാലേ അതെന്താ ഫംഗ്ഷൻ നോക്കിക്കേ. y = √16 - x² എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം, ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x² + y² = 16 എന്നാണ്. ഇതൊരു സർക്കിളാണ്. ഓക്കെ, പക്ഷേ കറസ്പോണ്ടിങ്ലി y = √16 - x² തരുന്നത് അപ്പർ സെമി സർക്കിളാണ്. ഓക്കെ, അപ്പർ സെമി സർക്കിളാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ് ഈ കേസിൽ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദി അപ്പർ സെമി സർക്കിൾ. അപ്പർ സെമി സർക്കിളാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പർ സെമി സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ഹാവിങ് റേഡിയസ് 4 യൂണിറ്റ്സ്. ഓക്കെ, ഇത് 4,0 -4,0 ഇത് 0,4. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. പക്ഷേ ഡൊമൈൻ നോക്കണം. ഡൊമൈൻ -4 മുതൽ 2 വരെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -4 മുതൽ 2 വരെ, -4 മുതൽ 2 വരെ എന്നാണ് എവിടെയെങ്കിലും ഉണ്ടാവും. ഇത്രയും ഭാഗത്താണ് ഫംഗ്ഷൻ ഉള്ളത്. ഇനി ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ റേഞ്ച് വളരെ എളുപ്പത്തിൽ പറയാം. ഏറ്റവും മിനിമം വാല്യൂ 0 ആണ് വരുന്നത്, ഇവിടെ 0 വരുന്നു. പിന്നെ മാക്സിമം വാല്യൂ എന്ത് വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അപ്പോൾ 0 മുതൽ 4 വരെയാണ് അതിൻ്റെ റേഞ്ച്. 0 മുതൽ 4 വരെയാണ് അതിൻ്റെ റേഞ്ച്, ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. f of x = x², g of x = √9 + x, then the value of f of g minus g of 4. Again straight forward question. നമുക്ക് വേണ്ടത് f of x തന്നിരിക്കുന്നത് x² ആണ്, g of x തന്നിരിക്കുന്നത് √9 + x ആണ്. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് f of g minus g of 4. This is f of g of 4 minus g of f of 4. This is f of g of 4 minus g of f of 4 ആണ്. ഓക്കെ, f of g of 4 എന്ന് പറഞ്ഞ സാധനം എന്താണ്, 4 കൊടുക്കുമ്പോൾ √13 മൈനസ് g of f of 4 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, 16 ആയിരിക്കും. f of √13 എന്ന് പറഞ്ഞ സാധനം 13 ആയിരിക്കും, മൈനസ് g of 16 എന്ന് പറഞ്ഞ സാധനം √9 + 16. അപ്പോൾ 13 - 5 8 എന്ന് വരും അതിൻ്റെ ആൻസർ. റൈറ്റ്, 8 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A and B subsets of the universal set U. Number of A is equal to 24, number of A intersection B is equal to 8, number of U is equal to 63, number of A complement union B complement എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് A complement union B complement എന്ന് പറഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ സെറ്റ് A complement union B complement എന്ന് പറഞ്ഞാൽ ഡി മോർഗൻസ് ലോ ഉപയോഗിക്കാം. ദിസ് ഇസ് A intersection B ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. നമ്പർ ഓഫ് A intersection B ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് A intersection B ആണ്. ഓക്കെ, നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എത്ര തന്നിരിക്കുന്നത് 63 മൈനസ് നമ്പർ ഓഫ് A intersection B തന്നിരിക്കുന്നത് 8 ആണ്. അപ്പോൾ നേരെ 55 എന്ന് എഴുതാം, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അതായത് ഒരു സെറ്റിലെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൻ്റെ എണ്ണം മൈനസ് അതിൻ്റെ എണ്ണം, അതാണ് നമ്മൾ ഉപയോഗിച്ചത്. പോരാത്തതിന് ഡി മോർഗൻസ് ലോയും ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത നോക്കി. f of x is equal to greatest integer of x. X is a real number. Greatest integer x denotes greatest integer less than or equal to x. Then the images of the element -4.6 and 2.7 are എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് -4.6
അത് നമുക്കറിയാം -5 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.7 എന്ന് പറഞ്ഞ സാധനം എന്താ? 2 ആണ്. -5ഉം 2ഉം -5ഉം 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫോർ എനി ടു പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് m and n, a binary operation star is defined by m star n is equal to m plus n by 3, then 7/2 star 5/2. അപ്പോൾ അഗെയിൻ സിമ്പിളാണ്. m star n എന്ന് പറഞ്ഞ സാധനം m plus n by 3 ആണ്. 3 അല്ലേ? യെസ്. അപ്പോൾ 7/2 സ്റ്റാർ 5/2 എന്ന് പറഞ്ഞ സാധനം 7/2 plus 5/2 divided by 3 എന്ന് വരും, which is 12/2 divided by 3 എന്ന് വരും. 6/3 2. 2 is the right answer. Next question നോക്കിയാൽ the function f defined from set of all real numbers to set of all real numbers given by f of x is equal to 7 minus 3x. അപ്പോൾ f of x is equal to 7 minus 3x എന്ന് പറഞ്ഞ സാധനം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? 1 1ഉം ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പ്രൊവൈഡഡ് അതിൻ്റെ ഡൊമൈൻ കോഡൊമൈൻ നോക്കണം. ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സ് ടു എല്ലാ റിയൽ നമ്പേഴ്സാണ് ഒരു മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. 1 1 ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും ഇൻപുട്ട് കൊടുത്താൽ എല്ലാ റിയൽ നമ്പേഴ്സും ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ്? ഓൺ 2 കൂടിയാണ്. കോഡൊമൈനും റേഞ്ചും മാച്ചായി വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റിലേഷൻ R on 0 1 2 is given by R is equal to ordered pair 0 0 1 1 0 1 2 2 1 2. then the relation R is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. നമുക്ക് A എന്ന് പറഞ്ഞ സെറ്റ് എടുത്താൽ അത് നമുക്ക് എന്ത് ചെയ്യാം? 0 1 2 എടുത്താൽ റിലേഷൻ R എങ്ങനെയാണ് വന്നിരിക്കണേ? 0 0 വന്നിട്ടുണ്ട്, പിന്നെ 1 1 വന്നിട്ടുണ്ട്, പിന്നെന്താ 2 2 വന്നിട്ടുണ്ട്, 0 1 വന്നിട്ടുണ്ട്, പിന്നെ 1 2 വന്നിട്ടുണ്ട്. 0 0 1 1 2 2 0 1 1 2. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കൊണ്ട് പറയാം 0 0 1 1 2 2 ഉള്ളതുകൊണ്ട് അത് റിഫ്ലക്സീവ് ആണ്. അതുപോലെ 0 1 ഉണ്ട്, 1 2 ഉണ്ട്, പക്ഷേ 0 2 ഇല്ല. അപ്പോൾ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. പിന്നെന്താണ്? അതുപോലെ 1 2 ഉണ്ട്, 2 1 ഒന്നുമില്ല. അപ്പോൾ സിമെട്രിക്കും അല്ല. അപ്പോൾ റിഫ്ലക്സീവ് മാത്രമാണ് ഈ സാധനം. അപ്പോൾ റിഫ്ലക്സീവ് ആണ്, മറ്റേതൊക്കെ തെറ്റാണ്. സിമെട്രിക് തെറ്റാ, ട്രാൻസിറ്റീവ് തെറ്റാ, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് തെറ്റാ, ഈക്വലൻസ് എഴുതിയതൊക്കെ തെറ്റാ. റൈറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് റിഫ്ലക്സീവ്. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ആൻസർ.